ഹായ് ഫ്രണ്ട്സ്, ഒക്ടോബർ 22 നടന്ന ഡിഗ്രി പ്രിലിമിനറിയുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭരണഘടനയുടെ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? കറക്റ്റ് ആൻസർ 44th അമെൻമെൻറ്റ്. 44th അമെൻമെൻറ്റ് വഴിയാണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 44ാം ഭേദഗതി എന്താണെന്ന് നോക്കാം. 44ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. 44ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 44ാം ഭേദഗതി പാസ്സായത്. ഇനി ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് 44ാം ഭേദഗതിയിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇനിയൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് 44ാം ഭേദഗതിയിൽ പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരുന്നത്. 44ാം ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സായ വർഷം 1978. 44ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1979 ഏപ്രിൽ 30. ഇത്രയും കാര്യങ്ങൾ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റി പഴയ രീതിയിൽ പുനഃസ്ഥാപിച്ച ഭേദഗതി. ഡീറ്റെയിലായി മനസ്സിലാക്കുക. ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റി പഴയ രീതിയിൽ പുനഃസ്ഥാപിച്ച ഭേദഗതി. അപ്പോൾ ഏതോ ഒരു ഭേദഗതിയിൽ ഇത് 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ 6 വർഷത്തിൽ നിന്ന് പിന്നെ 5 വർഷമാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 വർഷത്തിൽ നിന്ന് 6 വർഷത്തിലേക്കാക്കിയ ഭേദഗതി ഏതായിരിക്കും? ഇതിനു മുമ്പ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന 42ാം ഭേദഗതി. 42ാം ഭേദഗതി നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പറയും 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് സംഭവിച്ചു? 5 വർഷത്തിൽ നിന്ന് 6 വർഷത്തിലേക്കാക്കി നമ്മൾ പഠിക്കും. ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയും 42ാം ഭേദഗതിയിലൂടെ വരുത്തിയ കാര്യം തിരിച്ചു കൊണ്ടുവന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. 44ാം ഭേദഗതിയിലൂടെ ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്ന് വീണ്ടും തിരിച്ച് 5 വർഷത്തിലേക്ക് മാറ്റിയ പഴയ രീതിയിൽ പുനഃസ്ഥാപിച്ച ഭേദഗതിയാണ് 44ാം ഭേദഗതി. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും ക്വാറം സംബന്ധിച്ച വ്യവസ്ഥകൾ പുനഃസ്ഥാപിച്ച ഭേദഗതിയാണ് 44ാം ഭേദഗതി. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും ക്വാറം സംബന്ധിച്ച വ്യവസ്ഥകൾ പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതിയാണ്. ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രസിഡന്റ് പുനഃപരിശോധിക്കാനായി തിരികെ ക്യാബിനറ്റിലേക്ക് അയക്കാം എന്ന മാറ്റം കൊണ്ടുവന്ന ഭേദഗതി. ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? തിരിച്ചയക്കാം. പുനഃപരിശോധനയ്ക്കായി തിരികെ ക്യാബിനറ്റിലേക്ക് തന്നെ അയക്കാം എന്ന മാറ്റം കൊണ്ടുവന്ന ഭേദഗതി. എന്നാൽ അതിൻ്റെ ഒരു ക്ലോസ് കൂടി പറയുന്നുണ്ട്. എന്നാൽ പുനഃപരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ പ്രസിഡന്റ് ഉറപ്പായി അംഗീകരിക്കേണ്ടതാണ്. തിരിച്ചയക്കാൻ പ്രസിഡന്റിനുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. തിരിച്ചയച്ചിട്ട് പിന്നെ പാസ്സായി വരികയാണെങ്കിൽ അത് അംഗീകരിക്കണം. എന്നാലും തിരിച്ചയക്കാം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ പ്രസിഡന്റ് ഒരു അതൃപ്തിയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ചയക്കാനുള്ളൊരു അധികാരം പിന്നെ പാസ്സായി വന്നാൽ അംഗീകരിക്കണം. അത് ക്ലോസ് ആണ്. അടുത്തത് 1978 44ാം ഭേദഗതി പ്രകാരം പ്രസിഡന്റിനെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്റർമാരുടെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന നിയമം പുനഃസ്ഥാപിച്ചു. 1978 44ാം ഭേദഗതി പ്രകാരം പ്രസിഡന്റിനെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന നിയമം പുനഃസ്ഥാപിച്ചു. നെക്സ്റ്റ് പോയിന്റ്, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. അതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭേദഗതി. സ്വത്തവകാശത്തെ 44ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എവിടെയാണ്? 12ാം ഭാഗത്തിൽ. ഇതേ തുടർന്ന് 12ാം ഭാഗത്തിൽ അധ്യായം 4 ഉൾപ്പെടുത്തി. ഇതേ തുടർന്ന് 12ാം ഭാഗത്തിൽ എന്ത് പറ്റി? അധ്യായം 4 ഉൾപ്പെടുത്തി.
44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് ആർട്ടിക്കിൾ 300A. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഭരണഘടനയിലെ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത് എന്ന് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ആയിരുന്നു 44 അമെൻമെൻറ്റ്, 44th അമെൻമെൻറ്റ്, 44 ഭേദഗതി വഴി. അതാണ് നമ്മളിപ്പം പറയുന്ന പോയിന്റ്. 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ 300A. 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയ പട്ടിക 9ാം പട്ടികയാണ്. 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയ പട്ടിക 9ാം പട്ടിക. ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളിലൊന്നായ ആഭ്യന്തര അസ്വസ്ഥത, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന പദത്തിന് പകരം സായുധ വിപ്ലവം എന്ന പദം കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയും 44 ഭരണഘടനാ ഭേദഗതിയാണ്. എന്താണ്? ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിലൊന്നായ ആഭ്യന്തര അസ്വസ്ഥത, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന പദത്തിന് പകരം എന്താക്കി? സായുധ വിപ്ലവം എന്ന പദം കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 44 ഭരണഘടനാ ഭേദഗതി. ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയും എന്താണ്? 44th അമെൻമെൻ്റ് ആണ്. ആർട്ടിക്കിൾ 20 എന്താണ്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അങ്ങനെയും ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 20, 21 എന്താണെന്നൊക്കെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച സംരക്ഷണം ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഇത് രണ്ടും എന്ത് ചെയ്തു? ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 44th അമെൻമെൻ്റ് ആണ്. ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയും 44th അമെൻമെൻ്റ് ആണ്. മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയെ നിർബന്ധിതനാക്കിയ ഭരണഘടനാ ഭേദഗതി. മന്ത്രിസഭയുടെ രേഖയായിട്ട് തന്നെ ചെയ്യണം, ശുപാർശ ചെയ്യണം. ഒരു രേഖ വേണം. രേഖയായിട്ട് തന്നെ ശുപാർശയിലൂടെ മാത്രമേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയെ നിർബന്ധിതനാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 44th അമെൻമെൻറ്റ്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ക്യാബിനറ്റ് എന്ന പദവും ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എന്താണ്? 44th അമെൻമെൻ്റ് ആണ്. 1975 ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ മന്ത്രിസഭ പോലും അറിയാതെയാണ് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡൻ്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിച്ചത്. അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഇത് കൊണ്ടുവന്നത് 1975. അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പ് 1975, 78 ആണല്ലോ ഇത് പാസ്സായത്, 79 ആണല്ലോ. അപ്പോൾ അതിനു മുമ്പ് 75 ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ മന്ത്രിസഭ പോലും അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് എന്ത് വേണമെന്ന് പറഞ്ഞത്, ഇനി രേഖാമൂലം ശുപാർശ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന് കൊണ്ടുവന്നത്. രാഷ്ട്രപതിക്ക് നിർബന്ധിതനാക്കിയത്. അടിയന്തരാവസ്ഥ വേണമെങ്കിൽ എന്ത് ചെയ്യണം? മന്ത്രിസഭ രേഖാമൂലം ശുപാർശ ചെയ്താൽ മാത്രമേ പറ്റൂ എന്ന് കൊണ്ടുവന്നു. അപ്പോൾ 1975 എന്താണ് സംഭവിച്ചത്? ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ മന്ത്രിസഭ പോലും അറിയാതെയാണ് ഇന്ദിരാഗാന്ധി ആയിരുന്നല്ലോ അന്നത്തെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് അങ്ങ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. മന്ത്രിസഭ അതറിഞ്ഞില്ല. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്നത്തെ രാഷ്ട്രപതി പ്രഖ്യാപിച്ചത്. 1978 44 ഭേദഗതി, അങ്ങനെ 78 നമ്മുടെ ഈ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ 1 മാസത്തിനകം പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കണം. എന്തുപറ്റി? 1978 44 ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ 1 മാസത്തിനകം പ്രസിഡന്റിൻ്റെ പാർലമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കണം. ഇതിന് മുമ്പ് എന്തായിരുന്നു പാർലമെൻറ്റിൻ്റെ അംഗീകാരം? 44 ഭേദഗതിക്ക് മുമ്പ് ഇത് 2 മാസമായിരുന്നു. 2 മാസത്തിനുള്ളിൽ പാർലമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചാൽ മതി. 1978 44 ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ 1 മാസത്തിനകം എന്ത് ചെയ്യണം? പാർലമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കണം എന്ന് മാറ്റി. 2 മാസം എന്നുള്ളത് ഈ ഭേദഗതിയിലൂടെ 1 മാസമാക്കി മാറ്റി.
1978 44 ഭേദഗതി പ്രകാരം അനുച്ഛേദം 358 വന്ന മാറ്റം എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അനുച്ഛേദം 358 പ്രകാരം അനുച്ഛേദം 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടും. 1978 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 44 ഭേദഗതി പ്രകാരം അനുച്ഛേദം 358 വന്ന മാറ്റം എന്തെന്ന് വെച്ചാൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അനുച്ഛേദം 358 പ്രകാരം അനുച്ഛേദം 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടും. 44 ഭേദഗതി പ്രകാരം അനുച്ഛേദം 19 പൗരന്മാർക്ക് നഷ്ടപ്പെടുന്നത് യുദ്ധം, പുറത്തു നിന്നുള്ള കടന്നുകയറ്റം ഇവ കാരണം മാത്രമാണ്. ഇതൊക്കെയാണ് യുദ്ധവും പുറത്തു നിന്നുള്ള കടന്നുകയറ്റവും മൂലം മാത്രമാണ് 44 ഭേദഗതി പ്രകാരം അനുച്ഛേദം 19 പൗരന്മാർക്ക് നഷ്ടപ്പെടുന്നത്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 44 ഭരണഘടനാ ഭേദഗതി. പാർലമെൻറ്റിൻ്റെ പ്രത്യേക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൻ്റെ പരാമർശം ഒഴിവാക്കിയ ഭേദഗതി കൂടിയാണ്. പാർലമെൻ്ററി പ്രത്യേക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൻ്റെ പരാമർശം ഒഴിവാക്കിയ ഭേദഗതിയും 44 ഭേദഗതിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ തീർപ്പാക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചത് 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയിലെ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പം പറഞ്ഞത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി,